പിറന്നാൾ ദിനത്തിൽ ആരാധകരോട് ഫോണിൽ സംസാരിച്ച് മമ്മൂട്ടി കൊച്ചിയിലെ വസതിയുടെ മുന്നിൽ കാത്തുനിന്ന ആരാധകർക്ക് നന്ദി പറഞ്ഞു. ഫോണിലൂടെ പിറന്നാൾ ആശംസ അറിയിച്ച് മുന്നിൽ കാത്തുനിന്ന ആരാധകർക്കായി സ്നേഹസമ്മാനമായി കേക്ക് അയച്ചു നൽകി താരം. Happy birthday! Happy birthday! മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് സമൂഹ മാധ്യമങ്ങളിൽ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും എത്തി. തന്റെ ഇച്ചാക്കയോടുള്ള സ്നേഹസൂചനയുമായി മമ്മൂട്ടിയുടെ ഷർട്ട് ധരിച്ചാണ് മോഹൻലാൽ എത്തിയത്. ഇന്ന് സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലാണ് മോഹൻലാൽ മമ്മൂട്ടിയുടെ മുഖം പതിപ്പിച്ച് ഷർട്ട് ധരിച്ച് എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്നും MS ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരി, ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ബർത്ത്ഡേ കൂടിയാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വരുന്നു, സുഖമായി അദ്ദേഹം തിരിച്ചു വരുന്നു, കാത്തിരിക്കുന്നു വെള്ളിത്തിര എന്നുള്ളതാണ്. എത്രത്തോളം ആഘോഷത്തിലാണ്, ആവേശത്തിലാണ് ആരാധകർ? ഗുഡ് മോർണിംഗ് അശ്വതി. തീർച്ചയായും വലിയ ആവേശവും ആഘോഷവും ഒക്കെ തന്നെയാണ് മമ്മൂക്കയുടെ പിറന്നാൾ ദിനമാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്നത്. മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും വലിയൊരു ബ്രേക്ക് മമ്മൂക്കയ്ക്ക് ഉണ്ടായിട്ടില്ല. കോവിഡ് സമയത്ത് സ്വാഭാവികമായും ഇന്ത്യയിലുള്ള എല്ലാ താരങ്ങൾക്കും ഉണ്ടായ ബ്രേക്ക് ഒഴിച്ചു നിർത്തിയാൽ ഒരു 7 മാസത്തോളം ഒരു കാലയളവിന് ശേഷമാണ് മമ്മൂക്ക ഇനി അഭിനയിക്കാൻ പോകുന്നത്. ഏറ്റവും ഒടുവിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന സെറ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് മോഹൻലാലിനൊപ്പം പേട്രിയോട്ട് എന്ന സിനിമയിലാണ്. ആൻഡ്രൂ ജോസഫ് തന്നെ നിർമ്മിക്കുന്ന മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം. ആ സിനിമയുടെ സെറ്റിലേക്കായിരിക്കും മമ്മൂക്ക ഉടനെ തന്നെ ജോയിൻ ചെയ്യുന്നത്. മമ്മൂക്ക ഇപ്പോൾ ചെന്നൈയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വർഷവും ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമില്ലായിരുന്നു, അതിന് മുന്നത്തെ വർഷങ്ങളിലൊക്കെ തന്നെ മമ്മൂക്കയുടെ വീടിന് മുന്നിലേക്ക് ആരാധകർ എത്തുമ്പോൾ തൻ്റെ വീടിൻ്റെ ഒന്നാം നിലയിൽ നിന്ന് കൈവീശി ആരാധകരെ കാണിക്കുന്ന മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ടുള്ള ആരാധകരുടെ കുത്തൊഴുക്ക് അർദ്ധരാത്രി 12 മണിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണയും മമ്മൂക്ക നിരാശപ്പെടുത്തിയില്ല. ചെന്നൈയിലാണെങ്കിൽ പോലും ഫോണിലൂടെ തൻ്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടി നിന്ന ആരാധകർക്ക് ഫോണിലൂടെ തനിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച ആരാധകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി എന്ന നടൻ അവരെ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകൾക്കെല്ലാം തന്നെ കേക്ക് വിതരണവും അദ്ദേഹം നടത്തി. അവിടെ നിന്ന് കേക്കൊക്കെ കൊണ്ടുവന്ന് അവിടെ ആരാധകർക്ക് അദ്ദേഹം വിളമ്പുകയും ചെയ്തു. മനസ്സുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ ഉണ്ട് എന്നതും കൂടി ആ ആരാധകർക്ക് അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്, ഇന്നത്തെ ദിവസത്തെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ മോഹൻലാൽ എന്ന നടൻ താരം അദ്ദേഹം മമ്മൂക്കയുടെ ഫോട്ടോ ധരിച്ച പ്രിന്റഡ് ഷർട്ട് ധരിച്ചാണ് എത്തുന്നത്. അതും ഇന്നത്തെ ദിവസം ഇച്ചാക്കയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. മമ്മൂക്കയെ പറ്റിയുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ചെയ്ത സിനിമകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോറിയായിട്ട് നമ്മൾ പറയുന്നെങ്കിൽ പോലും അതൊന്നും ലൈവിലൂടെ പറഞ്ഞു തീരുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും ഇന്ത്യൻ സിനിമയെ ദേശീയ തലത്തിലേക്ക്, മലയാള സിനിമയെ ദേശീയ തലത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു ആദ്യ താരമാണ് മമ്മൂട്ടി എന്നത് സംവിധായകൻ പ്രിയദർശൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഇന്നും 74-ാം വയസ്സിലും 75-ാം വയസ്സിലും എത്തി നിൽക്കുമ്പോൾ പോലും മറ്റ് ഇൻഡസ്ട്രികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അസൂയയോടെ നോക്കിക്കാണുന്ന, നിങ്ങൾക്ക് മമ്മൂട്ടി ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ള, അപ്പോൾ അത് തെന്നിന്ത്യൻ സിനിമയിൽ നിന്നാവട്ടെ, ബോളിവുഡ്, നോർത്ത് ഇന്ത്യൻ സിനിമകളിൽ നിന്നുള്ള ഇൻഡസ്ട്രിയിൽ നിന്നാവട്ടെ, ഇന്നും ചോദിക്കുന്ന ഒരു രാജാവ് അല്ലെങ്കിൽ താരരാജാവ് എന്ന വിശേഷണം ഇന്നും മാറാതെ നിൽക്കുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അർദ്ധരാത്രി മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ പോസ്റ്റുകളാണ്. അതോടൊപ്പം തന്നെയാണ് അശ്വതി, മമ്മൂക്കയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആൻഡ്രൂ ജോസഫിൻ്റെ പോസ്റ്റ് നമുക്ക് ആ സമയത്ത് മലയാളികൾക്കുണ്ടാക്കിയ ഒരു സന്തോഷമുണ്ട്. കാരണം മമ്മൂക്ക പൊക്കൊണ്ടിരിക്കുന്ന ആരോഗ്യസ്ഥിതിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് അദ്ദേഹം എല്ലാം ശരിയായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് വരികയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആൻഡ്രൂ ജോസഫിൻ്റെ പോസ്റ്റ് വളരെ സ്നേഹത്തോടു കൂടിയാണ് മലയാളികൾ ഏറ്റുവാങ്ങിയത്. ഫാൻസുകാർ ഉൾപ്പെടെ നമ്മൾക്ക് വേണ്ടി നമ്മളോട് വന്ന് പ്രതികരിക്കുകയും ചെയ്തു, താരങ്ങൾ പ്രതികരിച്ചു. അങ്ങനെ ആ നടൻ്റെ വീണ്ടും വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മലയാളികളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രധാന കാര്യം, പലപ്പോഴായി താരങ്ങൾ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ, ഇപ്പോൾ 54 വർഷമായി മമ്മൂട്ടി സിനിമാ മേഖലയിൽ നിൽക്കുന്നത്, അന്നത്തെ കാലത്തുള്ള മമ്മൂട്ടി അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഒരു 80-കൾ 90-കളിലൊക്കെ അങ്ങനെ ഒരു മമ്മൂട്ടിയെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു നടനെ തിരിച്ചു കിട്ടിയില്ലെന്ന് ഒരിക്കലും മമ്മൂക്കി എന്ന നടനെ പറ്റി പറയാറില്ല. കാരണം ഏറ്റവും ഒടുവിലത്തെ പോലും അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയിലൂടെ അദ്ദേഹത്തിന് സിനിമയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പ്രമേയങ്ങൾ കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ പുതുതായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തെടുക്കുക. ഇപ്പോൾ മറ്റ് ഇൻഡസ്ട്രികളിലെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ, ഒരു ലീഡിംഗ് താരം കാതൽ പോലൊരു സിനിമയിൽ ഒരു ഗേ കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിക്കുന്നു, മറ്റ് ഇൻഡസ്ട്രിയിലുള്ള പ്രധാനപ്പെട്ട താരങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇവിടെയുള്ള മമ്മൂക്ക അതൊക്കെ പൊളിച്ചെഴുതുക എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളിൽ നിന്ന് സംസാരിക്കുമ്പോൾ പോലും അസൂയയോടെ നോക്കിക്കാണുന്ന മറ്റ് ഇൻഡസ്ട്രികൾ നമുക്ക് മുന്നിലേക്ക് വെക്കാൻ പറ്റുന്ന അഭിനയത്തിൻ്റെ കുലപതി എന്നൊക്കെ മുരളി ഗോപി വിശേഷിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു താരത്തിൻ്റെ പിറന്നാൾ ദിനം സ്വാഭാവികമായും മലയാളം പ്രേക്ഷകർ കൊണ്ടാടുന്നത് പോലെ തന്നെ
തന്നെ ആരാധകരും ആവേശത്തോടെ സ്വീകരിക്കുകയും അതാണ് ചെയ്തു. ഹരി, ഒരു കാര്യം കൂടി നമ്മൾ ഇനി വരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രങ്ങളെ കുറിച്ച് കൂടി പറയണം. പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഒപ്പം ഇന്ന് ബിഗ് ബോസിൽ മമ്മൂട്ടിയുടെ ചിത്രം പതിപ്പിച്ച ഷർട്ടുമിട്ടാണ് മോഹൻലാൽ വരുന്നതെന്ന് പറയുമ്പോൾ ഹരിയുടെ ഷർട്ടും നന്നായിട്ടുണ്ട്. ഇന്നത്തെ വളരെ കളർഫുൾ ആയിട്ടുണ്ട്. മമ്മൂട്ടി ബർത്ത്ഡേ സ്പെഷ്യലാണോ? സിനിമകളെ കുറിച്ച് കൂടി ഇനി വരാനിരിക്കുന്ന. ആദ്യം തന്നെ അതിന് താങ്ക് യു. പക്ഷേ നമ്മൾ ലാലേട്ടൻ്റെ കാര്യം പറയുമ്പോഴേക്കും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ പ്രൊമോ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ എപ്പിസോഡിന് ശേഷമാണ് പുറത്തു വന്നത്. അതിലാണ് ലാലേട്ടൻ മമ്മൂക്കയുടെ ചിത്രം പതിപ്പിച്ച ഷർട്ടുമായിട്ട് വന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറുകയും ചെയ്തു. കാരണം ഇന്നാണല്ലോ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 7 മമ്മൂക്കയുടെ പിറന്നാൾ ദിനമായിട്ട് ലാലേട്ടൻ ചെയ്യുന്ന ഒരു ട്രിബ്യൂട്ട് പോലെ, അല്ലെങ്കിൽ ഒരു സ്നേഹ സമ്മാനം പോലെ, തൻ്റെ ഇച്ചാക്കയോടുള്ള സ്നേഹം പോലെ എന്നുള്ള രീതിയിലാണ് ആ ചിത്രങ്ങൾ പുറത്തു വന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അത് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ മമ്മൂക്കയുടെ വരുന്ന ചിത്രങ്ങൾ, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പഴയ ചിത്രമായ അലക്സാണ്ടർ എന്ന കഥാപാത്രമായി എത്തിയ സാമ്രാജ്യം എന്ന ചിത്രത്തിൻ്റെ റീമാസ്റ്റേഡ് വേർഷൻ്റെ ട്രെയിലർ ഇന്ന് രാവിലെ 11 മണിയോടെ എത്തും. അതോടൊപ്പം തന്നെ കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ അതാണ് ഏറ്റവും ഒടുവിൽ മമ്മൂക്കയുടെ റിലീസാവാൻ പോകുന്ന ചിത്രം. ആ സിനിമയുടെ അപ്ഡേറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഏതെങ്കിലും ഒരു പ്രോജക്റ്റും കൂടെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിലവിൽ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ ബസ്സൊന്നും നിലവിലില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഏത് പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സർപ്രൈസിങ് ഫാക്ടർ ഉണ്ടാവാൻ ഒരു സാധ്യതയുമുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ വരാൻ പോകുന്നത് കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് തന്നെ ആദ്യം ഉണ്ടാവുന്നത്. ഹരി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. എന്തായാലും MS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.